അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മധുരയിലേക്ക് യാത്ര വീണ്ടും തിരിക്കുകയാണ്. ഞങ്ങൾ തെങ്കാശി റോഡ് വഴിയാണ് വന്നത്. അപ്പോൾ ആ റോഡിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടായിട്ട് നമ്മുടെ NH44 നമ്മൾ സ്ഥിരം പോകാറുള്ള കന്യാകുമാരി ശ്രീനഗർ റോഡ് ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. NH44 കയറിയിട്ട് വളരെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. മധുരയിൽ നിന്ന് നമ്മൾ അളകനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഏതാന്നൊക്കെയുള്ളത്. അപ്പം മധുരയിലെ പൊങ്കൽ സമയത്തുള്ള ഒരു ഫേമസ് ഫെസ്റ്റിവലാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. അത് കാണാനാണ് ഞാനും ഏട്ടനും അച്ഛനും ചീമയും സച്ചും കൂടെ പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെല്ലാവരും. ജസ്റ്റ് ഏട്ടൻ നല്ല ന്യൂസ് പേപ്പർ റീഡ് ചെയ്തപ്പോൾ മധുരയിൽ ഇങ്ങനെ ജല്ലിക്കെട്ട് നടക്കുന്നു, പോകാമോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ. ചാടി ഇറങ്ങി. ഒപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും വരുന്നുണ്ട്, ചീമയോട് ചോദിച്ചപ്പോൾ ചീമയും വരുന്നുണ്ട്, സച്ചുവിനോട് ചോദിച്ചപ്പോൾ സച്ചുനും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റണോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരു ചാൻസ് കിട്ടുമ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മധുര എത്തി. അളകനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. പോകും വഴി നിറയെ കാളക്കുട്ടന്മാരെയൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ജല്ലിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിറയെ കാളക്കുട്ടന്മാരെയൊക്കെ കാണാം. പോകുന്ന വഴിക്കെല്ലാം കുറേ ഇതുപോലുള്ള പാടങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തും, വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ സ്കൂട്ടറിൽ കണ്ടോ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ നിറയെ വണ്ടികളിൽ തമിഴ്നാട് കയറിയപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു പൊങ്കലാകുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ്. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് എത്ര ദിവസമൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെയില്ല, കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതങ്ങ് അഴിച്ച് കളയും, അമ്പലത്തിൽ നിന്ന് തരുന്നതാണെന്ന് പറഞ്ഞു. അതൊരു പൊങ്കലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രഡീഷനാണ് കേട്ടോ. എന്നിട്ട് വരും വഴിക്ക് ഇങ്ങനെ ഒരു ആംഗ്ലോ ആൻറ്റിയും കൂടി ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഒരു ചെറിയ കാവുണ്ട് അവിടെ നാഗർ കാവാണ്. കാവിൽ ഭഗവാന് നാഗർക്ക് ദക്ഷിണ പോലെ ഇങ്ങനെ കോഴിയെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള നാടൻ കോഴിയാണ്. അതിനിങ്ങനെ കറി വെച്ച് ഇവിടെ നേദിച്ച ശേഷം വീട്ടിൽ കൊണ്ട് പോകുന്ന ആൻറ്റി പറയുന്നുണ്ട്. ആങ്കിൾ ഈ തോട്ടിൽ നിന്ന് ചെറിയ എന്തോ ഒരു മീനിനെ പിടിച്ചിട്ട് അതിനെയൊക്കെ കാണിച്ചു കേട്ടോ. ഈ കോഴിയും മീനും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് എഴുതിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇത് ഭഗവാന് കൊടുക്കാനായിട്ട് ചെയ്യുന്നതാണ്. മീൻ എനിക്ക് തോന്നുന്നു അങ്കിൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്താൽ തോന്നുന്നു. ആ കോഴി ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് നല്ല കാഴ്ചകളെല്ലാം കുറേ കണ്ട് ഞങ്ങൾ ജല്ലിക്കെട്ട് നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഉള്ളിലേക്ക് കാറ് വിടത്തില്ല, പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുകയാണ്. ഒരു വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് നടക്കുന്നത്. പൊങ്കലായാൽ 3 ദിവസമാണ് ജല്ലിക്കെട്ടുള്ളത്. 3 ദിവസവും 3 സ്ഥലത്താണ് ജല്ലിക്കെട്ട് നടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ പോയത് ലാസ്റ്റ് ഡേ ആയിരുന്നു. പൊങ്കൽ അതായത് മാട്ടുപ്പൊങ്കൽ 1-ാം തീയതിയാണ് മലയാള മാസം. നമ്മുടെ ഇവിടെ മകരം 1-ൻ്റെ അന്നാണ്, പൊങ്കലിൻ്റെ അന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അളകനല്ലൂരെന്നോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് കുറച്ച് ഫേമസ് ആയിട്ട് ഇത് നമ്മുടെ ജല്ലിക്കെട്ട് നടക്കാറ്. അത് ഫേമസ് ആയിട്ട് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് തേടി പിടിച്ച് വന്നതല്ല. ലാസ്റ്റ് ഡേ ആണ് ന്യൂസ് പേപ്പറിൽ കണ്ടത്. മുന്നേ ന്യൂസ് പേപ്പറിൽ കണ്ടു. അപ്പം അടുത്ത ദിവസമാണ് ഏട്ടൻ ഇങ്ങനെ പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആയി. 3 days ആണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ്. അങ്ങനെ പാർക്കിംഗ് ചെയ്തിട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഓഫീസറോട് ചോദിച്ചു എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 3 കിലോമീറ്ററിന്, ഒരാൾ പറഞ്ഞു 1 കിലോമീറ്ററിന്. നമ്മൾ തമിഴ് അല്ലാത്തത് കൊണ്ട് അവരുടെ മുഖത്ത് ആ പുച്ഛഭാവം നന്നായിട്ട് കാണാനുണ്ട്. ഞങ്ങളൊരു കാർ പാർക്കിങ്ങിൽ ആദ്യം ഒരു കാർ ഇട്ടപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി ദൂരെ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ദൂരെ കൊണ്ടിട്ടു. അത് KL01 രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അടുത്ത TN രജിസ്ട്രേഷനിൽ വണ്ടി വന്നപ്പോൾ അവിടെ ഇടുന്നതും കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓണം പോലെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ജല്ലിക്കെട്ടെന്ന് പറയുന്നത്. കുറേ കേട്ടറിവ് മാത്രമല്ലാതെ ഇതെന്താ ഏതാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാൻ കാളപ്പൂരി എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടന്മാരോട് ചോദിക്കണം. ഞങ്ങൾ ഒരുപാട് പേരുമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ FBയിൽ പോസ്റ്റ് ഇട്ടു. ഒരുപാട് തമിഴ് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ അന്വേഷിച്ചു. പക്ഷെ ആർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇവിടെ നടക്കുന്നുണ്ട്, എത്ര മണിക്ക് തുടങ്ങുമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ രാവിലെ മുതലേ തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ എത്ര മണി മുതലെന്നോ എങ്ങനെയെന്നോ വൈകുന്നേരം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ട് വരികയാണ്. അപ്പോൾ സച്ചിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പാസ് വേണം. ബാക്കി ചീമയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോഴും പാസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് പോവാം. സച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് മാത്രം പറഞ്ഞു പാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാസ് ഉണ്ടെങ്കിൽ കാർ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടും. ഇങ്ങനെ വഴിയെ പോകുന്ന ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ പാസിൻ്റെ ആവശ്യമില്ല, അവിടെ നിന്നാൽ മതി. പക്ഷെ കുറച്ച് സമയമെടുക്കും, ലൈനിൽ നിൽക്കുക. അവർ ഓരോ സ്റ്റെപ്പായിട്ട് കയറ്റും. എന്നിട്ട് അടുത്ത ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മളെ കയറ്റും. കുറച്ച് ലൈനിൽ കുറച്ച് സമയം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നതല്ലേ, കണ്ടിട്ടേ പോകുന്നുള്ളൂ, കുറച്ച് കൂടുതൽ സമയം ലൈനിൽ നിന്നാലും കുഴപ്പമില്ലാന്ന് എഴുതി. അപ്പോഴേക്കും നമ്മുടെ രാജപാളയം പോലൊരു പട്ടിയെ കണ്ടു കേട്ടോ. ഇതല്ല രാജപാളയം കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് പറയുന്നു, അങ്ങനെ എന്തോന്ന് പറഞ്ഞ ആ ബ്രീഡ്.
അതും ഹണ്ടിങ് ഡോഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കണ്ടു. വരും വഴിക്ക് ജല്ലിക്കെട്ട് കഴിഞ്ഞ് വിജയിച്ച് പോകുന്നതും അല്ലാതെയൊക്കെ പോകുന്ന കാളക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഭയങ്കര കൗതുകത്തോടെയും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞങ്ങൾ പോവുകയാണ്. വീടുകളുടെ മുന്നിലെല്ലാം ഇങ്ങനെ കോലം എല്ലാം വരച്ചിട്ട് കാളയുടെയും അല്ലാത്ത കോലവും വരുന്ന വഴിക്കെല്ലാം നിറയെ കോലം മത്സരവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊങ്കൽ എന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസം എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കര എത്ര ദിവസത്തെ സെലിബ്രേഷൻ എന്നറിയില്ല. പൊങ്കൽ ഭയങ്കര ഒരു ഇതാണ് ഓണം പോലെ. പക്ഷെ അത് എത്ര ദിവസമെന്ന് കറക്റ്റ് അറിയത്തില്ല. ഞാൻ അവിടെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അവിടെ എങ്ങും ഒരു പബ്ലിക് ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നിന്ന് 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് വന്നത്. ഇടയ്ക്കൊരു പമ്പിൽ കയറി വീണ്ടും ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയപ്പോൾ പാവം കേട്ടോ അവിടെ ഒരു കടയിൽ നിന്ന് ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ വീട്ടിൽ പോണതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ മാത്രം വേറെ ആർക്കും പോകണ്ട, എനിക്ക് മാത്രം. കാരണം അവിടെ കയറിയാൽ നമുക്ക് എപ്പോഴാണ് തിരിച്ചിറങ്ങാൻ പറ്റുക, തിരിച്ചിറങ്ങാൻ പറ്റുക, അവിടുത്തെ കണ്ടീഷൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഒന്ന് സേഫ്റ്റി സൈഡിന് യൂറിൻ പാസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കയറിയത് കേട്ടോ. അങ്ങനെ കയറി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 ഓഫീസേഴ്സ് പറഞ്ഞതും കറക്റ്റ് അല്ലായിരുന്നു. 1 കിലോമീറ്റർ അല്ലായിരുന്നു, 3 കിലോമീറ്റർ ഓൾമോസ്റ്റ് വരും കേട്ടോ. ആ പുള്ളി തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ 1 കിലോമീറ്റർ അല്ല, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ വെയിലുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഞങ്ങളൊരു 10 മണി സമയമൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി കേട്ടോ. വെയിൽ ഉണ്ടായിരുന്നതേ ഇല്ല. ചെറിയൊരു സൂര്യൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്നല്ലാണ്ട് വെയിലോ ചൂടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പോകും വഴി നിറയെ കാളകൾ കാണാം. അതുപോലെ മീനൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. നിറയെ ആട്ടിറച്ചിയും കാര്യങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. ഫുൾ ഇങ്ങനെ ആടിൻ്റെ തലയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നും. വാങ്ങി കഴിക്കും, അത് വേറെ കാര്യമെങ്കിലും അത് കാണുമ്പോൾ ഒരു പാവം തോന്നും. നിറയെ ഇങ്ങനെ വെട്ടി പന്നിയും ആടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മണിക്ക് ഇതുപോലെ വിശറിയെല്ലാം കിട്ടി. ഞാൻ പറഞ്ഞു എല്ലാവരോടും ഓരോന്ന് വാങ്ങി വെക്കി പോകും, ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നേക്കാം, അതുകൊണ്ട് വാങ്ങി വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ വിശറിയെല്ലാം വാങ്ങിയിട്ട് വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് അധികം ഇതില്ല. പാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിൽ കാറിടായിരുന്നു. ആൾക്കാരും കാര്യങ്ങളൊക്കെ തിരക്കുണ്ട്. കുറേ പേര് കണ്ടിട്ട് വരുന്നവരുണ്ട്, കാണാൻ പോകുന്നവരുണ്ട്. അങ്ങനെ ഭയങ്കര ഭീകര തിരക്കായിട്ടില്ല. അങ്ങനെ എങ്കിലും തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സാധാ ഗ്രാമത്തിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ളത് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന സ്ഥലത്ത് വളരെ സ്പേസ് കുറവാണെന്നാണ് ഞാൻ കേട്ടറിവുള്ളത്. ബാക്കി 2 സ്ഥലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ നടന്ന സ്ഥലവും കുറച്ച് സ്പേസ് ഉള്ള വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടാവും. ഓക്കെ, കളറൊക്കെ അടിച്ച് കൊണ്ടുപോകുന്നത് നോക്കിയാൽ പേടിയുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ ഒരു പേടിയുണ്ട്. ദൂരോട്ട് മാറി നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ നിറയെ റീൽസ് ഇടാനൊക്കെ ആയിട്ട് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതുപോലെ പോകുന്ന വഴിക്ക് ഇഡ്ഡലി, പൊങ്കൽ, പിന്നെ റൈസുകളൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ തൂക്കുപാത്രത്തിൽ തട്ടുകട പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വിശന്ന് തളർന്നു പോകുന്നവരും ഒക്കെ വാങ്ങി കഴിക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ പാട്ടും ബഹളവും ഒക്കെ അടുത്തടുത്ത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് നടന്നിട്ടെങ്ങും എത്തുന്നില്ല. പക്ഷെ വലിയ ക്ഷീണവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നടക്കാൻ വലിയ ക്ഷീണമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓക്കെ ആയി കേട്ടോ. എനിക്ക് ഛർദിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ എൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, എവിടെ നിന്നാൽ ലിങ്ക് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല, ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോഴും വില ഒരു വർഷമാവും. കഴിഞ്ഞ ഒരു കല്യാണത്തിന് വേണ്ടി പോകാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ അത് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നേരെ കാണുന്നത് ഇപ്പോഴാവും. ഇത് ഓൺലൈനല്ല, ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ ലിങ്ക് ഇല്ല. ഓക്കെ, അത് ആദ്യം പറയണമെന്ന് വെച്ച് മറന്നുപോയതാണ് ഇടയ്ക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. നടന്നു വന്നപ്പോൾ ആൾക്കാരൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് തിരക്കൊക്കെ അനുഭവപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്ന് കൺഫേം ചെയ്തു. ഞങ്ങളങ്ങനെ അപ്പുറത്തെ സൈഡിൽ പോലീസ് ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുവഴി പാസ് ഉള്ളവരെയാണ് കയറ്റി വിടുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ വേറൊരു എൻട്രൻസ് ഉണ്ട്, അതുവഴി പോയാൽ കയറി പോവാം എന്ന് പറഞ്ഞു. ഓക്കെ ശരി, അതേതാ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടേക്ക് ഞങ്ങൾ 3-4 പേരും കൂടി നടക്കുകയാണ്. 4 5 പേരും കൂടി നടക്കുകയാണ്. പറഞ്ഞില്ലേ വെയിലില്ലാത്തത് എന്തൊരു മഹാഭാഗ്യമെന്നറിയോ. വെയിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. തമിഴ്നാട്ടിലെ വെയിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഇങ്ങനെ അവിടേക്ക് അവിടെ എല്ലാം ആകെ ഒരു സ്ക്രീനാണ് കണ്ടത്. സ്ക്രീൻ വെച്ചിട്ടുണ്ട്, എല്ലാവരും അത് കാണുന്നുണ്ട്. കാളപ്പൂരല്ല, ഇങ്ങനെ കാളയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും അങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്റ്റേജിൽ, അതായത് ഗ്രൗണ്ടിൽ പോയിട്ട് ഡയറക്റ്റ് നല്ല രീതിയിൽ കാണാമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ സ്ക്രീനിൽ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു അങ്കിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വഴി പോകാൻ പറഞ്ഞു. ഈ വഴി പോയപ്പോൾ ഏതൊക്കെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന വഴിയില്ല കേട്ടോ. ഒരു കുഞ്ഞ് നടക്കാൻ കൂടി ഇല്ലാത്ത
ഒരു സ്ഥലത്ത് കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. എവിടെ ചെന്ന് കയറുമെന്ന് അറിയത്തില്ല. ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും അതുവഴി പോയാൽ മതി, ഇതുവഴി പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പോവുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണെന്ന് പിന്നീട് മനസ്സിലായ കേട്ടോ. അങ്ങനെ നടന്ന് ആരുടെയൊക്കെയോ വീടിൻ്റെ പുറകിൽ കൂടെയും വീടിനകത്തു കൂടെയൊക്കെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല, പോകുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. കുറേ പേരൊക്കെ പോകുന്നുണ്ട്. കയറെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നടക്കാനുള്ള വഴിയില്ല. അവിടെ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് പേർക്കും കൂടെ അങ്ങനെ ഇടിച്ചിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കയറ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു വേറൊരു സ്ട്രീറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ഗ്രാമമാണ്. ആ സ്ട്രീറ്റിൽ വന്നപ്പോൾ ഓഫീസേഴ്സ് എല്ലാം ഓടിച്ച് വിടുന്നുണ്ട്, പോയി ബാക്കിൽ ലൈനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് നീണ്ട ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റി, ആ ക്യൂ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും. കുറച്ച് പേര് കാണാനായിട്ട് കയറിയിട്ടുണ്ട്. അവരിറങ്ങിയ ശേഷം മാത്രമേ അടുത്ത ക്യൂ നീക്കി വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈശ്വര, എന്ത് ചെയ്യും? 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഇവിടെ തന്നെ അങ്ങനെ നിൽക്കാമെന്ന് കരുതി. കാരണം വലിയ വെയിലില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സത്യസന്ധമായിട്ട് പറയുകയാണ്, വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോട്ടിൽ വെള്ളം കൂടി വാങ്ങി, നിറയെ വെള്ളം കൊണ്ടുപോയി, പക്ഷേ കയ്യിലെടുത്ത് വെച്ചേക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. ഈ കയറിയിട്ടുള്ള കാണാനായിട്ട്, നമ്മുടെ ജല്ലിക്കെട്ട് കാണാനായിട്ട് കയറിയിട്ടുള്ള ടീമുകൾ 1 മണിക്കൂർ കഴിഞ്ഞേ അവരിറങ്ങത്തുള്ളൂ. ആ ടീമുകൾ ഇറങ്ങിയാലേ അടുത്ത ടീമുകളെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളെല്ലാ പേരും. അപ്പോൾ ഇതിൽ എത്ര പേര് അകത്തേക്ക് പോവും ഇല്ല എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കാണാൻ വന്നതായിട്ട് ഞാനിവിടെ നമ്മൾ പരിചയപ്പെട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ മിനിറ്റിന് 5 മിനിറ്റ് ഇടവിട്ട് ആംബുലൻസ് എല്ലാം പോകുന്നുണ്ട്. അവിടെ നിന്ന് കുത്ത് കിട്ടിയോ ഇടി കിട്ടിയോ ഒക്കെ ഭയങ്കര അപകടത്തിൽ പോകുന്നവരാണ്. സ്ത്രീകളൊക്കെ പോകുന്നുണ്ട്. എന്താണ് സംഭവം ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ പുള്ളി ഒരു ഇതെടുത്ത് അതിൻ്റെ കവറിളക്കിയിട്ട് പുള്ളിയുടെ കയ്യിലൊരു സ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റിക്കിന് അപ്പോഴാട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിയില്ല, ജസ്റ്റ് ഒരു കൗതുകത്തോടെ അതിങ്ങനെ കണ്ടു നിന്നു. ഏട്ടൻ പോയൊരു വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് കുറേ സമയം നിന്നു. അച്ഛനോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനിരുന്നു. നമ്മളെ ലൈൻ മൂവ് ആവുന്നതിനനുസരിച്ച് അച്ഛൻ കൂടെ വരും. പിന്നെ കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്നൊരു ലേഡി ഓഫീസറോട് ചോദിച്ചു, നമുക്ക് പാസ് എന്തെങ്കിലും ഇനി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പാസ് എല്ലാം 1 മാസം മുന്നേ വിറ്റ് കഴിഞ്ഞു പോയി, ഇനി പാസ്സൊന്നുമില്ല, ഈ ലൈനിൽ നിന്നാൽ മതി. അപ്പം ഞാനൊരു സൈഡിൽ സച്ചു, ചീമ, ഏട്ടൻ എല്ലാവരും, അച്ഛൻ എല്ലാവരും ഓരോരുത്തരായിട്ട് തമിഴ്നാട്ടിലുള്ളവരെ വിളിക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ വന്നിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവും, അല്ലാത്തവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഓരോരുത്തരും ബന്ധപ്പെടുമ്പോൾ, അപ്പോൾ പാർട്ടിപരമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പാസ്സല്ല, ആരോടെങ്കിലും പറഞ്ഞ് റെക്കമെൻഡേഷൻ വഴിയൊക്കെ കയറാൻ പറ്റും, VIP ആ ക്യൂ വഴിയൊക്കെ കയറാൻ പറ്റും. പക്ഷെ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സമയത്ത് വിളിച്ചപ്പോൾ ആരും ഒട്ടും പറ്റില്ല എന്നേ പറയുന്നുള്ളൂ. കാരണം സമയത്ത് വിളിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡേ മുന്നേ എങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും ഓക്കെ. ഇത് സമയത്ത് വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല. അവരൊക്കെ എടുത്തിട്ട് കോൺടാക്ട് ചെയ്യുന്നവരാണെങ്കിലും പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പെട്ടു എന്ന് മനസ്സിലായി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, എന്തായാലും ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തള്ളി ഉള്ളിലേക്ക് കയറി കേട്ടോ. ആദ്യം ആ ലൈൻ ഓപ്പൺ ആയപ്പോൾ തന്നെ ഞങ്ങൾക്കകത്ത് കയറാൻ പറ്റി. അങ്ങനെ ഞാനും ചീമയും അച്ഛനും ഏട്ടനും സച്ചും കൂടെ വന്ന് വേറൊരു ലൈനിൽ ക്യൂവിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു ലൈൻ കയറ്റി കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ടീം കയറിയിട്ട് അടുത്ത ടീമിൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത ടീം കയറാനായിട്ട്. ഇവിടെയും ഞങ്ങൾ 1 മണിക്കൂറോളം ഈ ക്യൂവിൽ നിന്ന് കേട്ടോ. അപ്പോൾ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടും അച്ഛനൊന്ന് പിടിച്ചിരുത്താനോ ഒന്നിനുള്ള സ്ഥലം കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ഇടിയിൽ, അതായത് ഈ ലൈനിനകത്ത് പെട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. 1 മണിക്കൂറോളം ഈ ലൈനിൽ അങ്ങനെ നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ആ ബാച്ചിനെ ഇറക്കിയിട്ട് നമ്മുടെ ഈ ബാച്ചിനെ കയറ്റുകയാണ്. എൻ്റെ പൊന്നും മക്കളെ, നമ്മൾ നിന്നത് മാത്രമുണ്ട്. ഞാനും ചീമയും അച്ഛനും ഒക്കെ, ഏട്ടനും സച്ചും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇടി കിട്ടി ശ്വാസം മുട്ടി എന്നുള്ളത് സത്യം. പക്ഷെ അവർ ഒക്കെ അങ്ങ് കയറിപ്പോയി. ഞാനും അച്ഛനും ചീമയും ഇങ്ങനെ നിന്നത് മാത്രമുണ്ട് കേട്ടോ. ഇറുക്കി പിടിച്ച് ശ്വാസം, സത്യമായിട്ടുള്ള കാര്യം, ബ്രീത്ത് കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല, ചീമയ്ക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾ മൂന്ന് വഴിക്കായി പോയി കേട്ടോ. അവസാനം ടെൻഷനായി. എനിക്കും ചീമയ്ക്കും ഏറ്റവും ടെൻഷൻ അച്ഛൻ്റെ കാര്യത്തിലാണ്. കാരണം അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്വാസമൊക്കെ കിട്ടാതെ വരുമ്പോൾ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് എന്തായാലും എന്തെങ്കിലും പണിയിട്ട് ഞാൻ എന്നിട്ട് 3 പേരോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, മീൻസ് ചീമയോടും അച്ഛനോടും പ്രത്യേകം പറഞ്ഞു, താഴെ വീഴാതെ നോക്കിക്കൊള്ളണം. വിളിച്ച് ഞാൻ പറഞ്ഞു, കുറച്ച് ഇവിടെ ഭയങ്കര ബഹളം ഇങ്ങനെ അനൗൺസ് ചെയ്യിക്കുമ്പോൾ ഭയങ്കര ബഹളമുണ്ട്.
എന്നിട്ട് ഞാൻ എൻ്റെ ഉറക്കെ പറഞ്ഞ് താഴെ വീഴാണ്ട് ശ്രദ്ധിച്ചോളണം, കാരണം താഴെ വീണ ചവിട്ടി നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ ചത്തു നിൽക്കുകയാണ്. ശ്വാസമൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഒന്ന് ഉറക്കെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് വിളിച്ചു, എന്നെ നീ ഇറക്കി വിടുമോ എന്നൊക്കെ കിടന്ന് വിളിച്ചു. പക്ഷേ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ലോക്കായിപ്പോയി. എനിക്ക് ശബ്ദം കിട്ടാതെയൊക്കെ ആയി, ശ്വാസം മുട്ടിപ്പോയി കേട്ടോ. എനിക്കിതിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ശ്വാസം കിട്ടുന്നില്ല. ആ ശ്വാസം കിട്ടാണ്ട് ഞാനിങ്ങനെ എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ചീമ കുറേ നിന്ന് ആരൊക്കെയോ നമ്മൾ മൂവ് ആവുമെന്നും വേണ്ട കേട്ടോ, അവർ അവിടെ നിന്ന് തള്ളുന്നുണ്ട്, ഇവിടെ നിന്ന് തള്ളുന്നുണ്ട്, 4 സൈഡിൽ നിന്ന് തള്ളി ഇറുവി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ ചീമ എങ്ങനെയൊക്കെയോ ആ സ്റ്റെപ്പ് കയറി രക്ഷപ്പെട്ടു. അയ്യോ, ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നപ്പോൾ ഒരാളെ അവിടെ നിന്ന് ഗെയിം കളിച്ചിട്ട് ഒരാൾ ഇഞ്ചേർഡായി കൊണ്ടുപോകുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം പോയി. അപ്പോൾ ഇങ്ങനെ ഇറുകി എൻ്റെ പൊന്നെ, എൻ്റെ ബാക്കിലാണ് അച്ഛൻ നിന്നത്. അച്ഛനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കാണാനല്ലേ, ഇങ്ങനെയാണ് ആൾക്കാർ കയറിക്കൊണ്ടുവന്നത്. അത് അച്ഛനൊക്കെ നിന്ന് ഇറുവി പിതുങ്ങുന്നുണ്ട് കേട്ടോ. അത് കണ്ടോന്ന് അറിയത്തില്ല, എൻ്റെ കേട്ടൻ എങ്ങനെ വീഡിയോ എടുത്തു എന്നറിയില്ല. ഇത്രയും മാത്രമാണ് വീഡിയോയിൽ കിട്ടിയത്. കണ്ടോ, എന്നെയോ ചീമയൊന്നും കാണാൻ കൂടിയില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ അടിയിലാണ്. പക്ഷെ താഴെ വീണില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ കയറി വന്നു. അച്ഛൻ തളർന്ന് സത്യമായിട്ടുള്ള കാര്യം പറയാണ്, ജീവൻ തിരിച്ച് കിട്ടിയത് മഹാഭാഗ്യം. അത് എൻ്റെ ആയാലും ചീമയുടെ ആയാലും അച്ഛൻ്റെ ആയാലും. അച്ഛന് ഈ വയ്യായിക ഉള്ളത് കൊണ്ട് അച്ഛനെ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് ഈ തിരക്കിനിടയിൽ ഞങ്ങൾ ശ്വാസം മുട്ടി. അപ്പോൾ അച്ഛനോട് ശ്വാസം മുട്ടുമ്പോൾ ചീമ കരച്ചിലും ഞാൻ കരച്ചിലും ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് പോയിട്ടോ. സത്യം, നിങ്ങൾ പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുക. ഇങ്ങനെ ഇടി കൊണ്ട് വന്ന് കാണേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ജീവിതത്തിൽ ഇത്രയും തിരക്കോടുകൂടി ഒരു ഇത് ഞാൻ കുത്തും ഇടിയും ശ്വാസം മുട്ടിയത് ഞാനിത് ആദ്യമായിട്ടാണ്. ഞങ്ങളെല്ലാവരും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇടിയും തള്ളലും ഉണ്ടാവും ഇത്, പക്ഷേ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന രീതിയിലുണ്ടാവും എന്ന് കരുതിയില്ല. ചില ന്യൂസൊക്കെ കേട്ടിട്ടില്ല, തിക്കിനും തിരക്കിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാലും നമ്മളാരും, ഞാനൊന്നും അത് സത്യമാണെന്ന് പോലും കരുതിയിട്ടില്ല. ഇപ്പം മനസ്സിലായി ഇങ്ങനെയെല്ലാം സംഭവിക്കും എന്നുള്ളത്. എന്നിട്ട് ഈ ഇടിയെല്ലാം കൊണ്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും മുകളിലൊക്കെ ഇരുന്നെങ്കിൽ കാണാൻ പറ്റും. കയറുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. മുകളിലൊന്നും സീറ്റ് ഉണ്ടായില്ല കേട്ടോ. എങ്ങനെയോ മുകളിലൊക്കെ ഫുള്ളായി. താഴെ വന്നിരുന്നിട്ട് കുറേ കമ്പും ഫ്ലക്സും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ കാണാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് കാണാനൊന്നും പറ്റില്ല, ബാക്കിലുള്ളവർക്ക് അത് തടസ്സമാവും. ജസ്റ്റ് ഒന്ന് കണ്ടു എന്നല്ലാതെ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ഇടി കൊണ്ട് കണ്ടിട്ടും നമുക്ക് നേരെ ഒന്ന് കാണാനും പറ്റിയില്ല. ഇടി കൊണ്ടതും മിച്ചം കേട്ടോ. എങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി, അത്രയേ ഉള്ളൂ. പക്ഷേ ഭാഗ്യം, അച്ഛൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും ജീവൻ തിരിച്ച് കിട്ടിയത് മഹാഭാഗ്യം. അത്രമാത്രം ആ ക്യൂവിൽ നിന്ന് ശ്വാസം മുട്ടി ചത്ത് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ജെല്ലിക്കെട്ട് ഏതാണെന്നൊക്കെ ഉള്ളത് ഏട്ടൻ ഒരു പരിധി വരെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം ഏതാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടി ഇട്ടാൽ ഫുൾ ചളകുളം ആയിപ്പോവും, ആരും കാണത്തുമില്ല, ഭയങ്കര ലെങ്ത്തും ആയിപ്പോവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ 3 പേരും, ഏട്ടനെ സച്ചും പേടിക്കാനുണ്ടായിരുന്നില്ല, ഞങ്ങൾ 3 പേരും ജീവനോടെ തിരിച്ചു വന്നു. അടുത്ത വീഡിയോ പുറകെ കാണാം. ടാറ്റാ.